താലൂക്ക് ഹോസ്പിറ്റൽ പോലെ ഒരു ഹോസ്പിറ്റലില് ജനറേറ്ററിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അതിന് ഡീസൽ വാങ്ങിക്കാൻ പൈസയില്ല. എന്ത് കാര്യത്തിലും 1-ാം നമ്പർ നിൽക്കുന്ന കേരളം. വിശ്വസിക്കുന്ന ജനങ്ങളാണ് മണ്ടത്. 1-ാം നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആരും വിദേശത്ത് പോകേണ്ട ആവശ്യം വരത്തില്ലല്ലോ. എന്റെ സിസ്റ്ററിന്റെ 30-ാം തീയതി ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 30-ാം തീയതി അപ്പൊ നമ്മൾ ഇന്നലെ അഡ്മിറ്റ് ആയി. എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് ഇന്ന് രാവിലെ ഡെലിവറിക്ക് മരുന്നെല്ലാം കുത്തിവെച്ച് എന്നുമെല്ലാം കൊടുത്ത് ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ കറണ്ട് ഇല്ലാത്തത് ഒരു പ്രശ്നമല്ല, കറണ്ട് സാധാരണ ഇല്ലാത്തതാ. പക്ഷെ ഒരു താലൂക്ക് ഹോസ്പിറ്റൽ പോലെ ഒരു ഹോസ്പിറ്റലില് ജനറേറ്റർ ഇല്ല. ജനറേറ്ററിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അതിന് ഡീസൽ വാങ്ങിക്കാൻ പൈസയില്ല. സൂപ്രണ്ടിന്റെ റൂമിലേക്ക് ഞാൻ ചെന്ന് സൂപ്രണ്ട് എന്തെന്ന് ചോദിച്ചപ്പോൾ സൂപ്രണ്ട് വന്നിട്ടില്ല. അവിടെ ഒരു ലേഡി മാത്രമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ സൂപ്രണ്ടിനെ കാണാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എന്റെ ബ്രദർ CRPFിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ത്യ പാക് പ്രശ്നം നടക്കുന്നത് കൊണ്ട് ലീവ് കൊടുക്കാത്തത് കൊണ്ടും അവന് ഈ സമയത്ത് ഡോക്ടർമാര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടറിന്റെ സാലറിയിൽ നിന്ന് എടുത്ത് ആ ഡോക്ടറിനോടുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ അവിടെ ആ ഹോസ്പിറ്റലിൽ പോയത്. അഞ്ചാലമൂടുള്ള ഞങ്ങൾക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് എളുപ്പം വരാനായിട്ട്. പക്ഷെ ഞങ്ങൾ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയത് അവിടുത്തെ ഡോക്ടർ നല്ലതായതുകൊണ്ടാണ്. പക്ഷെ എന്നിട്ട് കാര്യമില്ലല്ലോ. ഡോക്ടർ നല്ലതായതുകൊണ്ട് ഒരു പ്രശ്നമില്ലല്ലോ. വലിയൊരു കെട്ടിടം അതിന്റെ അപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരക്ഷരം വാ തുറന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്നവരാ. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ എവിടെയാണ് പരാതിപ്പെടേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഞങ്ങൾ ഇനി പോരുന്നു. ഇന്ന് ഞങ്ങളുടെ പ്രശ്നം തീരും.